കുട്ടികളെ എങ്ങനെ ഗ്രാമർ ഈസിയായി പഠിപ്പിക്കാം എന്നതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോനൗൺസിനെ കുറിച്ചാണ്. ചില കുട്ടികൾക്ക് ഹി എവിടെ എഴുതണം, ഷീ എവിടെ എഴുതണം, ഇറ്റ് എവിടെ എഴുതണം, ആകെ കൺഫ്യൂഷനാണ്. ഇന്ന് നമുക്ക് പ്രോനൗണുമായി ബന്ധപ്പെട്ട് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് പഠിച്ചു തുടങ്ങാം. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകൾ. ഒന്നുകൂടി പറയാം, പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇനി നൗൺ എന്താണെന്ന് ചോദിക്കരുത്, അത് നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്തതാണ്. നൗണിന് പകരം എന്ന് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആകണ്ട, എളുപ്പം മനസ്സിലാകാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. രാഹുൽ ഈസ് എ ഗുഡ് ബോയ്. രാഹുൽ ക്യാൻ സ്പീക്ക് മെനി ലാംഗ്വേജസ്. രാഹുൽ ഈസ് വർക്കിംഗ് ഇൻ എ കമ്പനി. രാഹുൽ ഈസ് എ ഗുഡ് ബോയ്. രാഹുൽ ക്യാൻ സ്പീക്ക് മെനി ലാംഗ്വേജസ്. രാഹുൽ ഈസ് വർക്കിംഗ് ഇൻ എ കമ്പനി. രാഹുൽ ഒരു നല്ല കുട്ടിയാണ്. രാഹുലിന് ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ അറിയാം. രാഹുൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഇവിടെയെല്ലാം ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? രാഹുലിനെ കുറിച്ചല്ലേ. അപ്പോൾ ഈ സെൻറ്റൻസുകളുടെ സബ്ജക്റ്റ് രാഹുലാണ്. മാത്രമല്ല രാഹുൽ എന്നത് ഒരു പേരാണല്ലേ, ഒരു വ്യക്തിയുടെ പേര്. അപ്പോൾ അതൊരു നൗണാണ്. എല്ലാ സെൻറ്റൻസും രാഹുലിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഓരോ സെൻറ്റൻസിലും രാഹുൽ എന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് ഹീ ഉപയോഗിക്കാം. ഹീ ഒരു പ്രോനൗൺ ആണ്. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രോനൗൺസ് എന്ന്. നൗൺസ് സാധാരണ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റായും ഒബ്ജക്റ്റായും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. സെയിം തന്നെ പ്രോനൗണ് നമുക്ക് സബ്ജക്റ്റായും ഒബ്ജക്റ്റായും ഉപയോഗിക്കാം. ഇനി പ്രോനൗൺസിനെ നമുക്ക് പേഴ്സണൽ പ്രോനൗൺസ്, ഡിമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസ് എന്നിങ്ങനെ ഒരുപാട് തരത്തിൽ ഡിവൈഡ് ചെയ്യാം. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ് എന്നിവയാണ് പേഴ്സണൽ പ്രോനൗൺസ്. ഇവ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ പ്രോനൗൺസ് എന്ന് പറയുന്നത്. എന്തിനാണ് പ്രോനൗൺസ് ഉപയോഗിക്കുന്നത്? നമ്മൾ മെയിനായിട്ടും പ്രോനൗൺസ് ഉപയോഗിക്കുന്നത് നൗൺസിൻ്റെ ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.